വാസ്തവത്തിൽ ഇടതുമുന്നണിയുടെ 10 വർഷക്കാലത്തിലെ ഭരണത്തിനിടയിൽ ജയിൽ വകുപ്പ് ഒരു കുത്തഴിഞ്ഞ പുസ്തകമാണ്. അവിടെ വൻ തോതിലുള്ള അഴിമതിയും കൊള്ളയും നടക്കുന്നു. മാത്രമല്ല, ജയിൽ പുള്ളികളുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ പല കാര്യത്തിലും പണം വാങ്ങുന്നു ഒക്കെയുള്ള പരാതികളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. അതീവ സുരക്ഷാ മേഖലയാണ് ഈ ജയിലെന്ന് പറയുന്നത്. പലതരത്തിലുള്ള ക്രൂരമായ കുറ്റങ്ങൾ ചെയ്ത ആളുകളെ താമസിപ്പിക്കുന്ന സ്ഥലങ്ങളാണ് സെൻട്രൽ ജയിലുകളാണെങ്കിലും മറ്റ് ജയിലുകളാണെങ്കിലും. അപ്പോൾ ജയിൽ മാനുവൽ അനുസരിച്ച് വേണം ഈ പ്രവർത്തനങ്ങൾ നടത്താൻ. ജയിലിന് ഞാൻ ആഭ്യന്തരമന്ത്രി ആയിരുന്ന കാലത്താണ് പ്രത്യേക റൂൾസ് കൊണ്ടത്. ഇത്രയും നാല് റൂൾസ് ഇല്ലായിരുന്നു. അപ്പോൾ ഇതെല്ലാം ശക്തമായി നേരിടാനുള്ള സംവിധാനം ജയിൽ വകുപ്പിൽ ഉണ്ട്, മാനുവലിലുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഈ വെളിപ്പെടുത്തൽ എന്നെ ഞെട്ടിച്ചു. ജയിൽ മേധാവി വിനോദ് കുമാറുമായി ചേർന്ന് നടത്തുന്നു എന്നൊക്കെ പറയുമ്പം എല്ലാവരെയും ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാണ് പുറത്തു വന്നത്. ഇതിനെപ്പറ്റി അന്വേഷണം ഉണ്ടാകണം. ഈ വെളിപ്പെടുത്തലിനെ പറ്റി അന്വേഷിക്കണം. ഇപ്പോൾ ഒരു കുറ്റവാളികളായ പ്രതികളുമായി ബന്ധപ്പെട്ടുള്ള ചില ഡീലിങ്സിൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്. TP കേസ് ഉൾപ്പെടെയുള്ള പ്രതികളുമായി. എനിക്ക് അതിൻ്റെ സത്യാവസ്ഥ അറിയില്ല. ഏതായാലും ഇതേ സംബന്ധിച്ചൊരു അന്വേഷണം വേണം. അത് ശരിയാണെങ്കിൽ അതിൻ്റെ ഉത്തരവാദികളായ ആളുകളുടെ പേരിൽ നടപടി ഉണ്ടാകും.